that brings us to, I think, the third gallery, that is the launch. Okay, so on May 31st, 1911, ഞാൻ പറഞ്ഞ പോലെ 1911 ടൈറ്റാനിക് ലോഞ്ചായി ഫോർ ഇറ്റ്സ് വെരി ഫസ്റ്റ് സെയിൽ. നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ വെരി ഫസ്റ്റ് സെയിലിൽ തന്നെയാണ് ടൈറ്റാനിക് സിങ്കും ആയത്. സോ ഇതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഗാലറിയിൽ ബേസിക്കലി ലോഞ്ച് ഡേനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ലോഞ്ച് ഡേ. ഓക്കെ, ഹാലോഡ് ആൻഡ് വോൾഫ് മാനുഫാക്ചർ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പായിരുന്നു ടൈറ്റാനിക്. ആൻഡ് ദേ വർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഞ്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ലോഞ്ച് ഡേയിൽ നടന്ന സംസാരം വിത്ത് ദ ക്യാപ്റ്റൻ, അതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. It's so surprising and such wonderful that we have evidences from the past of such a great event. ലോഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ ഗാലറി ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം നമ്മൾ ഓപ്പൺ സ്പേസിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഷിപ്പും സീയും കാണാൻ പറ്റും. ആൻഡ് മൂവിങ് ഫോർവേഡ്, നമ്മുടെ നാലാമത്തെ ഗാലറി, ദാറ്റ് ഈസ് ദ ഫിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ടൈറ്റാനിക്കിലുള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിൻസും അതുപോലെ വേറെ കുറേ ക്യാബിൻസും എങ്ങനെയായിരുന്നു. ആൻഡ് വെരി പോപ്പുലർ റോസിൻ്റെ ജാക്കിൻ്റെ ലാസ്റ്റ് മീറ്റ് ഇൻ ദ ഫിലിം ടൈറ്റാനിക് ഓൺ ദ സ്റ്റെയർ കേസ് ഭയങ്കര പോപ്പുലറാണ് ആ സീൻ. സോ ആ ഒരു സ്റ്റെയർ കേസ് കൂടി ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചത്. സോ ലെറ്റ്സ് സീ ഇഫ് വി സീ ദാറ്റ്. ഇതാണ് ടൈറ്റാനിക്കിൻ്റെ ബോയിലർ റൂമും ബോയിലേഴ്സും എൻജിൻ, 75,000 pounds of fresh meat, 40,000 eggs, 1,000 sweetbreads and 8,000 cigars. At 7 a.m., Captain Edward John Smith came aboard the Titanic to prepare for the Board of Trade muster at 8. The first passengers arrived on the boat train from London Waterloo. Titanic was launched. By late morning, all the passengers and crew were aboard, minus 2 firemen who were delayed in a public house and missed the departure. ഇത് ടൈറ്റാനിക്കിൻ്റെ ഒരു മോഡൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ടൈറ്റാനിക്കിന് 10 ഡെക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ പ്രൊപ്പലേഴ്സും എൻജിൻസും ഫനൽസും ഡെക്കും അതെല്ലാം ഈ ഒരു മോഡലിൽ റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിക്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ എങ്ങനെയായിരുന്നു ബെഡ്റൂം എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ക്വൈറ്റ് എ വിൻറ്റേജ് സ്റ്റൈൽ ബെഡ്റൂം, ബട്ട് ആ ഒരു കാലത്ത് ദിസ് വാസ് എ വെരി ലക്ഷൂറിയസ് വൺ. ലക്ഷൂറിയസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ബിക്കോസ് ആ ഒരു കാലത്ത് ഒരു ഷിപ്പിൽ ഇത്ര നല്ല ബെഡ്റൂം വാസ് അൺതിങ്കബിൾ. എങ്ങനെയായിരുന്നു ബെഡ്റൂംസ്, അതിൻ്റെ ആർക്കിടെക്ചർ, ദി ഡിസൈൻ, എവറിത്തിങ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ലഞ്ച് സെർവ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ദ ലഞ്ച് ആസ് വെൽ ആസ് ദ മെനു, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്വൈറ്റ് ഫാൻസി. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഡെക്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു കാഴ്ചകൾ. ക്വൈറ്റ് കോൺട്രാസ്റ്റിംഗ്. ഇതൊരു തേർഡ് ക്ലാസ് ക്യാബിനാണ് ടൈറ്റാനിക്കിൻ്റെ. ആൻഡ് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കണ്ടിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ദ ഡിഫറൻസ്. ബേസിക്കലി ചെറിയൊരു കട്ടിലും അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വാഷ് ബേസിൻ മിററായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ തേർഡ് ക്ലാസ് cabin which was provided in Titanic.
ടൈറ്റാനിക്കിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. And the famous staircase. Wow, beautiful. ശരിക്കും ആ സ്റ്റേക്കേഴ്സിൽ നടക്കുന്ന പോലെ ഉണ്ട് ഇപ്പോൾ. Wow. ടൈറ്റാനിക് വാസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇവിടെ കാണിക്കുന്നത് ടൈറ്റാനിക്കിൻ്റെ പലതരം സർവീസസ് ആണ്. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ആൻഡ് ബാൻഡ് യൂസ് ടു പ്ലേ ഇൻ ടൈറ്റാനിക്, ടൈപ്സ് ഓഫ് കബേർഡ്സ് ആൻഡ് ഫാബ്രിക്സ് യൂസ്ഡ്, etc. After an exciting display of the interiors and insides of Titanic, we are now moving to our next gallery, the Maiden Voyage. Maiden meaning first, voyage meaning journey. ടൈറ്റാനിക്കിൻ്റെ ആദ്യത്തെ യാത്ര. ഒരു ഷോർട്ട്, however, an important gallery. So let's go ahead and see it. Another very interesting part of this gallery is എവിടെയൊക്കെ ടൈറ്റാനിക്കിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഫ്രം വേർ ഇറ്റ് ബിഗാൻ ആൻഡ് എവിടെ നിൽക്കാനായിരുന്നു അതിൻ്റെ പ്ലാൻ. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ബെൽഫാസ്റ്റ്, ദെൻ വെന്റ് ടു സൗത്ത്ഹാംപ്ടൺ, ഷെർബോർഗ്, Queenstown and last New York. എല്ലാ പോർട്ടിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷനാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ കൊടുത്തേക്കുന്നത്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്.